ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് വളരെ ഭംഗിയായിട്ട് പോയ ഒരു ദിവസം. ഇന്നലെയും മിനിയാന്നൊക്കെ ഒന്ന് പേടിച്ചെങ്കിലും ഇന്ന് ഒരു കുഴപ്പമില്ല. ആസ് യൂഷ്വൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റസ് ഇട്ടു, എല്ലാവരോടും പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് കണ്ടമാനം മെസ്സേജുകളും കാര്യങ്ങളും ഫോണിൽ ഞാൻ ഇന്നാണല്ലോ രാവിലെ എടുത്ത് നോക്കിയപ്പോൾ ഇന്നലെ രാത്രി ജസ്റ്റ് ഒന്ന് നോക്കിയെങ്കിലും ഞാൻ ആർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ ഇന്നലെ രാത്രി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. പക്ഷേ എനിക്ക് തോന്നി അത് ഇട്ടത് എന്തുകൊണ്ടും നന്നായും തോന്നി. കാരണം എനിക്ക് കുട്ടികളോടും സബ്സ്ക്രൈബേഴ്സിനോടും മാത്രമല്ലല്ലോ, നമുക്ക് കുറേ ബിസിനസ്സിന് കോണ്ടാക്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഞാൻ അപ്പോഴത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഒരു ദിവസം ഒന്നും മിണ്ടാണ്ടിരിക്കുമ്പോൾ അതിൽ പേയ്മെൻറ്റ് ചെയ്തവരുണ്ടാവും, അല്ലെങ്കിൽ ഓർഡർ തന്നവരുണ്ടാവും, ഓർഡർ വേണം എന്ന് പറഞ്ഞവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ വിചാരിക്കില്ലേ ഞാനിത് എന്താണ് ഒരു ഉത്തരവാദിത്വ ബോധമല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇത് പറഞ്ഞോടുകൂടി ഞാൻ ആ വീഡിയോ ഇട്ടോട് കൂടിയിട്ട് എല്ലാവർക്കും മനസ്സിലായി. പിന്നെ എനിക്കറിയില്ല എന്തോരം മെസ്സേജുകളും കുറേ പ്രാർത്ഥനകളും എനിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥിച്ചിട്ടുള്ളവരുടെയും കണ്ടമാനം മെസ്സേജുകൾ ഞാൻ രാവിലെ എടുത്തിട്ട് എൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. എനിക്കതുകൊണ്ട് ഭയങ്കര സന്തോഷം. നമ്മളെപ്പോഴും പറയില്ലേ, എൻ്റെ കൂടെ എന്തോരം പേരാ. ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുകയാണ്. തോമുവിൻ്റെ മുടി വലുതായി എന്ന് കുറേ പേര് പറഞ്ഞു. സംഭവം ഇന്നലെ ഞങ്ങൾ വെട്ടാൻ പോകാൻ നിന്നതാണ് സൺഡേ, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ അതേ കുറച്ച് ഡിവൈൻ വെട്ടി ഇറക്കിയിട്ടുണ്ട് കേട്ടോ, ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട്. കാരണം ഈ മുടി നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിലത്തെ വെട്ടാമെന്നല്ലാണ്ട് മറ്റേത് പറ്റില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് വന്നതിന് ശേഷം ചെവിയുടെ അവിടുത്തെ ഫ്രണ്ടിൽ നിന്നൊരു തുണ്ടും വെട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ പുറത്ത് കൊണ്ടുപോയിട്ട് വേണം വെട്ടിക്കാനായിട്ട്. അപ്പോൾ ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ പതിവുപടി വീഡിയോസ് കാണാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അവൻ്റെ സ്ഥിരം സംഭവം ഈ ARA വൈബ്സ് കാണുക എന്നുള്ളതാണ് കേട്ടോ അവൻ്റെ മെയിൻ പണി. അവന് എല്ലാവരെയും കാണണം, അവരോട് വർത്താനം പറയണം, അവരോട് ചിരിക്കണം, കളിക്കണം. ഇതാണ് അവൻ്റെ മെയിൻ പണി. അപ്പോൾ അതിലാകുമ്പോൾ അവൻ നോക്കുമ്പോൾ ഓച്ചുമുണ്ട്, പാച്ചുമുണ്ട്, അക്കീൻ്റെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ കുട്ടികളല്ലേ, അപ്പോൾ അവൻ്റെ ഇതാണ് ഫുൾ ടൈം കേട്ടോ. അപ്പോൾ ഞാൻ റോസോട് പറഞ്ഞു, വീട്ടിൽ മുഴുവൻ നിൻ്റെ ശബ്ദമടി എപ്പോഴും എന്ന് പറഞ്ഞു ഞാൻ കേട്ടോ. അങ്ങനെ അവൻ അതുകൊണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ അവനെ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അവൻ അവിടെ ഇങ്ങനെ ഇരുന്നോളും. അവന് കൃത്യനേരത്ത് ഫുഡ് കൊടുത്താൽ മതി, വേറെ ഒരു കുഴപ്പം അവനെ കൊണ്ടില്ല. പിന്നെ ഡിവൈൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പോയിട്ട് അവൻ ഒന്ന് ചൊറിയും, അത്രയേ ഉള്ളൂ. വേറെ ഭക്ഷണം കഴിക്കാനിരിക്കാൻ അല്ലെങ്കിൽ ബിസിനസ്സിന് ഇരുന്നാൽ ഇവന് അതിഷ്ടമല്ല. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കൺവെട്ടത്തില്ലെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ മൂപ്പരിതേ ഫുൾ ടൈം അതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോൺ എടുത്താലും പറയും അമ്മായി റോസമ്മായി എന്ന് പറയും. അപ്പോൾ അത് വെച്ച് കൊടുത്താൽ മതി, അങ്ങനെയാണ്. പക്ഷേ ഫോണിൽ നമ്മളധികം കാണിക്കാറില്ല, ഫുൾ ടൈം TV-യിലാണ് കാണിക്കുന്നത്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി ഡാഡി പോണ സമയമായിരുന്നു. അപ്പോൾ ഡാഡീനെ യാത്രയാക്കി തിരിച്ച് വന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മീനുകൾ കുറച്ചൊക്കെ പാറ്റിയിട്ടുണ്ട് കേട്ടോ. കളർ ഫിഷ് അത് കുറച്ച് 2-3 എണ്ണം പാറ്റിയിട്ടുണ്ട്. പാറ്റാന്ന് പറഞ്ഞാൽ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മൾ പറയും മുമ്പ് എങ്ങനെ വെച്ചാൽ മീൻ എപ്പോഴും ചാവും, അതിൽ കിളികൾ വന്ന് മുട്ടയിട്ട് വിരിഞ്ഞ് പോവും, അല്ലെങ്കിൽ ചത്തു പോവും. അങ്ങനെ നമ്മളെപ്പോഴും പറയും അതിങ്ങനെ വളർച്ച ഉണ്ടായാലാണ് വീടിനും പുരോഗതി ഉണ്ടാവുള്ളൂ എന്ന് പറയും. ഞാൻ അങ്ങനെയൊക്കെ പറയുന്ന ചൊല്ലുകളിൽ വിശ്വസിക്കുന്ന ആളാട്ടോ. കാരണം അതൊന്നും അന്ധവിശ്വാസമല്ല, ഓരോ വിശ്വാസങ്ങൾ നമ്മൾ പറയുമ്പോൾ എനിക്കതൊക്കെ ഭയങ്കര കാര്യമാണ്. അതിൽ ചെടികൾ ഇങ്ങനെ എന്താ പറയുക ഉഷാറായിട്ട് നിൽക്കുക, അത് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അതനുസരിച്ച് നമ്മളും ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇന്ന് രാവിലെ ഞാനെല്ലാം കഴിഞ്ഞിട്ടാണ് ബിസിനസ് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ 412 മെസ്സേജാണ് കിടക്കുന്നത്. ഈ 412 മെസ്സേജും എനിക്ക് ഗെറ്റ് വെൽ സൂൺ ആൻറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട്, അതായത് 10:26, ഇന്നലെ രാത്രി 10:30 ഇട്ട് ഇന്ന് കാലത്തായപ്പോഴേക്കും അത്രയും പേര്, രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 3000 കോണ്ടാക്ട്സോളം ഉണ്ട് കേട്ടോ. അത്രയും തന്നെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. വിഷുകളും എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ. എനിക്ക് ഭയങ്കര എന്താ പറയുക, സന്തോഷത്തേക്കാൾ കൂടുതൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു എല്ലാവരോടും, ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുകയാണ്. അങ്ങനെ എൻ്റെ ഞാൻ സ്ഥിരം ഇപ്പോൾ ഓൺലൈൻ പർച്ചേസിങ് ആയി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചില്ലേ, നമ്മൾ 4 പെട്ടിയിൽ ഒരുപോലെ 4 ഫ്ലേവറിലുള്ള ധൂപം ചന്ദനത്തിരി, ആ സംഭവം തന്നെയാണ്. അപ്പോൾ എനിക്കത് നല്ലതാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു സെറ്റും കൂടി വരുത്തിയതാണ്.
പിന്നെ നമ്മുടെ കളറിൻ്റെ മറ്റേ ഇതുണ്ടായിരുന്നു, സ്റ്റിക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ അപ്പോഴേക്കും നമ്മുടെ തോമും അപ്പയും വന്നു. അവർ ഭക്ഷണം കഴിക്കാനായിട്ട് ഡോൺ വന്നു. അപ്പോൾ ഇന്ന് തോമുവിനെ അപ്പയെ കൊണ്ടുവന്നേട്ടാ. അപ്പോൾ ഡാഡിക്ക് ഇന്ന് കുറച്ചധികം പർച്ചേസിങ്ങും കാര്യങ്ങളും യാത്രകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ പോയി വരനോട് കൂടിയിട്ട് ഡാഡി വന്നു. അപ്പോൾ ഡാഡി വന്ന് പിന്നെ എനിക്ക് പടപടേന്നായി. കാരണം ഇന്ന് 1:30 ഡാഡി വന്നത്. 2 മണി 2-2:15 ആകുമ്പോഴേക്കും നമുക്ക് പാക്ക് ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ എത്തിക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ പറയുക പാക്കിങ്ങിലേക്ക് കടന്നു. അപ്പോൾ ഞാൻ എടുത്ത് കൊണ്ടുവന്ന പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങൾ ഞാൻ പെട്ടെന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ആൻറ്റിക്കാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള മറ്റേ കെം സ്റ്റോണാണ്, നല്ല രസമുള്ള വളയാണ്. ഇതിൻ്റെ എല്ലാ സൈസും ഉണ്ട് കേട്ടോ. പിന്നെ മറ്റേത് നേരിയ വള. ഇത് പിന്നെ നിങ്ങൾക്കറിയാം സ്ഥിരം നമ്മൾ കൊണ്ടുപോകുന്ന വള, കണ്ടമാനം പോയിട്ടുള്ളതാണ്. കാരണം നല്ല വളയാണ്, കറക്റ്റ് ഗോൾഡിൻ്റെ ഫിനിഷിംഗ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പാക്ക് ചെയ്യാൻ വേണ്ടി, അപ്പോൾ ഞാൻ ഓൾറെഡി അഡ്രസ്സും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും പറ്റിയില്ല എന്ന്. അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ അതിലേക്ക് ഡാഡിക്ക് അത് പാക്ക് ചെയ്ത് വെക്കുക വേണ്ടി. അപ്പോൾ ഡിവൈനും എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ രണ്ടാളും കൂടി അത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ നവരത്നത്തിൻ്റെ 3-4 പാറ്റേൺ ഉണ്ട്. അതിലത്തെ ഒരു പാറ്റേൺ ആണ് ഇത് കേട്ടോ. ഇതിൻ്റെ വലിയതുണ്ട്, പിന്നെ ഇത് ചെറുത്. അപ്പോൾ നമ്മൾ വിചാരിക്കും വലുതിനാവും വില കൂടുതലെന്ന്. അല്ല, ചെറുതിനാണ് കേട്ടോ. കാരണം നമ്മളെപ്പോഴും പറയില്ലേ ചില സംഭവങ്ങൾ ചെറിയതിനാണ് വില കൂടുകയെന്ന്. അപ്പോൾ ഇത് ഇതുപോലെ റൂബിയുടെ സ്റ്റോണുണ്ട്, വൈറ്റ് സ്റ്റോണുണ്ട്, മയിലിൻ്റെ ക്ലിപ്പാണ് കേട്ടോ. സൈഡിൽ ലോക്കായിട്ടുള്ള ബാങ്കിളാണ്. ഇതൊക്കെ ലോക്ക് ബാങ്കിൾസാണ്. പുതിയ പാറ്റേൺ ഇപ്പോൾ വന്നിട്ടുള്ളതാണ്. ഒന്ന് ഗ്രീനും റൂബിയും കൂടിയിട്ട്, ഒന്ന് വൈറ്റ്, ഒന്ന് റൂബി മാത്രം, ഒന്ന് വൈറ്റ് മാത്രം. നല്ല ഭംഗിയുള്ള വളകളാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി പറഞ്ഞ പോലെ സൈസില്ല, മറ്റേ റിസ്റ്റുമ ഇടുന്നതായതുകൊണ്ട് അങ്ങനെ സൈസ് പ്രാധാന്യമില്ല കേട്ടോ. പിന്നെ 2-10 ഉള്ളവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇത് നമ്മുടെ ആനവാലിൻ്റെ പുതിയ പാറ്റേൺ വന്നിട്ടുള്ളത്, നടുക്ക് കൂടെ ഒരു ഗോൾഡൻ ഡിസൈനായിട്ട്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. വളരെ കുറച്ച് സ്റ്റോക്കുള്ളൂ എന്ന് മാത്രം. അതുപോലെ എല്ലാ സൈസും ഇല്ല. ഇത് നോർമൽ നമ്മളുടെ സാധാരണ ഉണ്ടായിരുന്ന ആനവാല, അടുത്ത 2 പാറ്റേൺ, അങ്ങനെ 3 പാറ്റേണാണ് ഇപ്പോൾ നമ്മുടെ ആനവാല ഉള്ളത് കേട്ടോ. ഇത് വേറെ പാറ്റേൺ, അങ്ങനെ 3 പാറ്റേണാണ്. ഈ 2 പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞ് സൈസ് ന്യൂ ബോൺ തൊട്ട് 2-10 വരെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മളുടെ മീൻ കറിയും ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, അതും അച്ചാറും കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ ഊണും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് പിള്ളേരെയും കൊണ്ട് ഡിവൈൻ മുകളിൽ പോയി. ഞാൻ പതിയുമ്പടി കംപ്ലീറ്റ് ഒക്കെ ഒതുക്കിയിട്ട് ഡിവൈൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും എൻ്റെ വക ഒരു ഒതുക്കലും പെറുക്കലൊക്കെ. അപ്പോൾ ഈ സമയത്താണ് ഞാൻ പട്ടികൾക്കുള്ള ഇറച്ചി പുറത്തേക്ക് വയ്ക്കുക, പാല് കൊടുക്കുക, അതൊക്കെ ഈ സമയത്താണ് ഞാൻ ചെയ്യുക കേട്ടോ. അങ്ങനെ കണ്ടില്ലേ എൻ്റെ മേശപ്പുറം വന്ന പോലെ തന്നെ കിടക്കണുണ്ട്. അപ്പം കുറേ സാധനങ്ങൾ പാക്ക് ചെയ്തതിന് ശേഷം ബാക്കി സാധനങ്ങൾ ഇനി എടുത്ത് വെക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴേക്കും മണി 3:30 ആയി, 3:30-4 ആയിട്ടുണ്ട്. അപ്പോൾ ഡാഡി പറഞ്ഞു ഇന്ന് വേഗം ഡിംപിളുടെ റൂമിലത്തെ സ്റ്റിക്കർ ഒട്ടിച്ച് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് നോക്കണത് ഡോൺ ഇന്നലെ പൊട്ടിച്ചിട്ട ബിസ്ക്കറ്റുകൾ. ഞാൻ പറഞ്ഞില്ല എല്ലാതും സാമ്പിളാണ്, ഒക്കെ കുട്ടി പാക്കറ്റുകൾ വാങ്ങിയിടും. അവനിഷ്ടമാണ് ബിസ്ക്കറ്റ്, കുഞ്ഞിലേ തൊട്ട് ഭയങ്കര ഇഷ്ടമാണ് ബിസ്ക്കറ്റ് ഇങ്ങനെ മാറി എടുത്ത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ കുഴലപ്പം ഡാഡി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒരു ടിന്നിലേക്ക് ഇട്ടു. കാരണം അത് ഈ ബോക്സുകളിലൊന്നും കൊള്ളില്ല, ഉണ്ട് നല്ല നീളമുള്ളത്. അപ്പോൾ വെള്ളയപ്പക്കാരുടെ അവിടെ നിന്ന് വാങ്ങിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വാങ്ങി ഞാൻ ബോക്സിലിട്ടപ്പോൾ ഞാൻ ചായ വെച്ചതിന് ശേഷം ഞാനും ഡാഡിയും ചായ കുടിച്ചു. ഞങ്ങൾ നേരത്തോടെ നേരത്തോടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 4:30-5 ആകുമ്പോൾ കുടിക്കും. ഡിവൈൻ പിന്നെ ഇറങ്ങി വന്നതിന് ശേഷമാണ് കഴിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ വെച്ച് വെക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഒരു കുഴലപ്പൊക്കെ കഴിച്ച് അതിന് ശേഷമാണ് ഞങ്ങൾ മറ്റേ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കിടന്നത്. അപ്പോൾ ഡാഡിയുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഞാൻ ഇരുന്നതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ പണികൾക്ക് കിടക്കും. അതായത് നമ്മുടെ പട്ടികൾക്കുള്ള ഫുഡ് കൊടുക്കണം, നനയ്ക്കണം. അങ്ങനെ ഇപ്പോൾ ഞാനാണ് സ്ഥിരം നനയ്ക്കുന്ന ആൾ കേട്ടോ. എനിക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു തൃപ്തിയാണ്. അപ്പോൾ ഇതൊക്കെ കട്ടിലൊക്കെ അങ്ങോട്ടും മാറ്റിയിടേണ്ടി വന്നു. അപ്പോൾ കട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ 2 പീസാണ്, നിങ്ങളിത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ 2 പീസാണ്. ഹെഡ് റെസ്റ്റുമെയാണ് കള്ളികളും കാര്യങ്ങളൊക്കെ ഉള്ളത്. മറ്റേ കബേർഡും കാര്യങ്ങളൊക്കെ ബാക്കി വശത്താണ് കേട്ടോ. അങ്ങനെ ഡാഡി എല്ലാ സംഭവങ്ങളും ഇങ്ങനെ എന്താ പറയുക കണ്ടോ, വെള്ള കളർ കണ്ടോ, ഇത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റിക്കർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ സംഭവം കഴുകിയാൽ വൃത്തിയാവും, എന്നാലും ഇതാവുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായിക്കോട്ടെ, ഒരു പുതുമ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മോടി പിടിപ്പിക്കാനല്ല, വൃത്തികേട് ഉള്ളത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണതാട്ടോ. അങ്ങനെ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ പട്ടിക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചു.
അപ്പോൾ അതോട് കൂടിയിട്ട് ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഇറച്ചി മീനും പകർത്താനുള്ളതൊക്കെ പകർത്തി അങ്ങനെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങൾ ചെയ്തത് ചായ വെക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോയി ഡാഡിയുടെ കൂടെ ഇരുന്നു. അപ്പോഴേക്കും ഇതേ സമയം 6 അപ്പോഴേക്കും ഡാഡി ഒരുവിധം ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇടയിലിടയിൽ ഞാൻ പോയിട്ട് കുറച്ച് നേരം ഒരു കമ്പനി കൊടുക്കും. അപ്പോഴാണ് ഡിംപിൾ വീഡിയോ അയച്ചത്, നമ്മുടെ പാച്ചൂട്ടൻ്റെ. അവർ 2 പേരും ആഷയുടെ കുഞ്ഞാവേനെ കാണാൻ പോണു, പിന്നെ അമലിൻ്റെയും ശില്പയുടെയും കുഞ്ഞാവേനെ കാണാൻ പോണു. പക്ഷേ മറ്റേ കുഞ്ഞാവേനെ കാണാൻ പോകാൻ പറ്റിയില്ല അത്രേ, കാരണം ആ ഉണ്ണിക്ക് മഞ്ഞ കളറായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇത് രണ്ടാളും കൂടി പോകുമ്പോൾ ഉള്ള വർത്താനവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര വർത്താനം. അപ്പോൾ ചാക്കോച്ചൻ്റെ വയറ്റിൽ 3 ബേബീൻ്റെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവനിപ്പോൾ കാണുമ്പോൾ 2 ബേബിമാരല്ലേ കാണുന്നത്, അമലിൻ്റെയും ശില്പയുടെയും ബേബീനെയും പിന്നെ ആഷിയുടെ ബേബീനെയും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അവന് ഫുൾ ടൈം ബേബികളെ കാണലാണ് മെയിൻ പണി കേട്ടോ. അപ്പോൾ ഇവിടെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക, കംപ്ലീറ്റ് വലിച്ചു വാരിയിട്ടേക്കാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു നന്നായിരിക്കട്ടെ, ഇതോടുകൂടി ഫുൾ അങ്ങോട്ട് ഒതുക്കി തീർത്ത് അങ്ങോട്ട് കയറ്റാലോ എന്ന് വിചാരിച്ചു. കംപ്ലീറ്റ് പൊടിയൊക്കെ തട്ടി വാക്വം ചെയ്ത് വരുമ്പോൾ റൂം ഫുൾ ക്ലീൻ ആവില്ല. അല്ലെങ്കിലും റൂമിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യണ കാരണം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയായിരിക്കും ഇവിടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇറങ്ങി. ഇനി ഇവർ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കുറച്ച് നേരമൊക്കെ ഞാൻ പിടിച്ചു നിന്നു. പക്ഷേ നമ്മൾ പറയില്ലേ, കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട പണി 1 മണിക്കൂറായാൽ തീരില്ല എന്ന്. അവരതൊന്ന് തട്ടി ഇതൊന്ന് തട്ടി നിൽക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ പോവും. പ്രത്യേകിച്ച് ഈ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒളിച്ച് കളിച്ചു കുട്ടികളുടെ കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കാൻ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല, ഡിവൈനും ഇരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ പതുക്കെ പിള്ളേരെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു, ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മോള് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ കുട്ടികളെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. അതേ നടക്കുള്ളൂ. മറ്റേത് ഡിമ്പിളും കൂടി ഉണ്ടെങ്കിൽ ഒരാൾ പുറത്തേക്ക് ഇറങ്ങിയ പരിപാടി കഴിഞ്ഞു. കുട്ടികളെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവരെത്ര നേരം എന്ന് വെച്ചിട്ട് അകത്തിരിക്കുക. അപ്പോൾ കുറച്ച് നേരം മുറ്റത്തേക്ക് ഇരുന്നപ്പോൾ ചാക്കോച്ചനും ഇഷ്ടമാണ്, തോമുവിനും ഇഷ്ടമാണ്. തോമുവിന് പക്ഷെ ഭയങ്കര പേടിയാണ്. അവനാളുണ്ടെങ്കിൽ മാത്രം സൈക്കിളും കൊണ്ട്, അതും ഗേറ്റ് ലൈറ്റ് ഇടാണ്ട് അവൻ പോവുകയില്ല. സൈഡ് ലൈറ്റൊക്കെ അവനിടണം. ഭയങ്കര പേടിയാണ്. ചാക്കോച്ചിന് പേടിയൊന്നുമില്ല, പാച്ചുവിന് ആ ശേഷം പേടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം അവരുടെ കൂടെ ഇങ്ങനെ മുറ്റത്ത് നിന്നപ്പോൾ എനിക്കും ഭയങ്കര ഒരു സന്തോഷം. എല്ലാം കഴിഞ്ഞൊന്ന് വെറുതെ മുറ്റത്ത് നിൽക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ. ഫുൾ ടൈം ഈ അകത്തിരിക്കുമ്പോൾ എനിക്കും തീരെ അകത്ത് അങ്ങനെ ഫുൾ ടൈം ഇരിക്കുന്നതിന് ഒരു ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല കേട്ടോ. മുമ്പ് ഞാൻ എപ്പോഴും നടക്കുമായിരുന്നു, എക്സസൈസ് പോലെ ഇവിടെ നിന്ന് ഗേറ്റ് വരെ ഫുൾ ടൈം നടക്കുമായിരുന്നു. വല്ല പ്രാർത്ഥന വെച്ചിട്ടോ അല്ലെങ്കിൽ പാട്ട് വെച്ചിട്ടോ ഒക്കെ നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനും പറ്റില്ല, കാരണം കുട്ടികളിങ്ങനെ ഉള്ളപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ അത് ശരിയാവില്ല, വെറുതെ തട്ടി തടഞ്ഞ് നിൽക്കുക എന്നല്ലാണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ നടത്തം അതോടുകൂടി നിർത്തിയിട്ടോ. അപ്പോൾ തോമു സൈക്കിൾ ഓടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവൻ്റെ മേലിൽ തട്ടുമെന്ന്. പക്ഷേ നല്ല സൂക്ഷിച്ചുള്ള ഡ്രൈവിങ്ങാണ് കേട്ടോ തോമുവിൻ്റെ. പിന്നെ ഞാനിത് ഇത്തിരി ഫാസ്റ്റിലിട്ടിരിക്കണേ, അപ്പോൾ അതിൻ്റെ സ്പീഡിലിട്ടിരിക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യണത്. അവൻ വളരെ ശ്രദ്ധിച്ച് ചാക്കോച്ചിൻ്റെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് കേട്ടോ ഡ്രൈവ് ചെയ്യണത്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ തോമുവിനും മടുത്തു തുടങ്ങി. തോമു പറഞ്ഞു അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു കുട്ടികളല്ലേ, കുറേ കഴിഞ്ഞപ്പോൾ അവർക്കും വയ്യാണ്ടായി. ചാക്കോച്ചൻ കാലുകൊണ്ട് ഇങ്ങനെ തള്ളിയിട്ടാണല്ലോ പോണത്. അപ്പോൾ അവനും കാല് കുഴഞ്ഞിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പര് വണ്ടി വെച്ചിട്ട് കാലിങ്ങനെ നീട്ടിയിട്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവനങ്ങനെ പറയാനറിയില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മതി, ഇനി നമുക്ക് അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറാം. അപ്പോൾ അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട അവന് പുറത്ത് കളിക്കണം. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം തോമു തളർന്ന് ഇരിപ്പായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്കെന്നാൽ അകത്തേക്ക് വന്നു. അപ്പോഴാണ് നമ്മുടെ ചാക്കോച്ചൻ കാല് നീട്ടിയിട്ട് അവിടെ ഇരിക്കുന്നത്. കണ്ടോ, നല്ല രസം അവൻ്റെ ഓരോ കാട്ടായങ്ങൾ കാണാൻ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, കാല് നീട്ടിയിട്ട് അങ്ങനെ ഇരുന്നു. അതായത് കാല് കഴിച്ചു എന്നാണ് ഉദ്ദേശിക്കണേ തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇനി അകത്തേക്ക് കയറാം, കാരണം കുറേ നേരം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും ആ ഒരു മണിക്കൂർ ഒരു മണിക്കൂറോളം ഏകദേശം നിന്ന സമയം കൊണ്ടാണ് ഡിവൈനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ തന്നെ ഞങ്ങളിതേ അകത്തേക്ക് വീണ്ടും കയറിയപ്പോൾ ഇവിടെ അപ്പാപ്പൻ്റെ ഫുൾ കാര്യങ്ങൾ കഴിഞ്ഞു. കണ്ടോ, ആ ബോർഡർ വരെ ഒട്ടിച്ചു. അപ്പോൾ ഒറ്റ നിപ്പിൽ ഈ ഒരു സൈഡ് കഴിഞ്ഞു. അപ്പോൾ അത് വന്ന സമയം കൊണ്ട് ഇവിടെ ചാക്കോച്ചൻ പറിച്ചെടുത്തതാണ് മറ്റേ സ്വിച്ച് ബോർഡ് മേലത്തെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടെ ബാത്റൂമിൻ്റെ വിശേഷങ്ങൾ. കണ്ടോ, കരിമ്പനടിച്ചിട്ട് ആ ചുമര് എങ്ങനെ വന്നാലും വരും അത്. അപ്പോൾ നമ്മളെപ്പോഴും നനവ് വരുന്നതല്ലേ അവസ്ഥ. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാത്റൂമിൻ്റെയും വാതിലിൻ്റെയും ഇടയിലൊരു പോർഷനുണ്ട്, അതാണ് ആ കാണുന്നത്. 2 വാതിലാണ് ബാത്റൂമിലേക്ക്. അപ്പോൾ ഈ ടൈൽസിൻ്റെ ഈ മറ്റേ സ്റ്റിക്കർ ഒട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഒട്ടിച്ചോട് കൂടിയിട്ട് ഭയങ്കര ഭംഗിയായിട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമായത് ഈ പോർഷനാണ്. അതായത്
കുട്ടികളുടെ ആൾമറ അത്രയ്ക്കും, അതായത് പാച്ചൂട്ടനായാലും തോമുട്ടനായാലും ഇപ്പം നിന്ന് കഴിഞ്ഞാൽ അത്രയും ഹൈറ്റിൽ, അതിനേക്കാൾ കൂടുതൽ ഹൈറ്റിൽ ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികൾ കുളി കഴിഞ്ഞിട്ട് പിടിച്ചിട്ട് വന്നാലും ഒന്നും ഒരു കുഴപ്പമില്ല, വെള്ളം വന്നാലും കുഴപ്പമില്ല. മറ്റേത് അവിടെ ഒരു കരിമ്പിനടിച്ച പോലെയായിരുന്നു, അത് തന്നെ എൻ്റെ ബാത്റൂമിലുണ്ട്. പിന്നെ ഇളം കളറാണല്ലോ അടിച്ചിരിക്കണേ, അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ മറ്റേ എ സിയുടെ അടിയിലും അതുപോലൊരു ഈർപ്പം നിന്നിട്ടുള്ള ഒരു കളറുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും ഭംഗിയായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചപ്പോൾ ഡാഡിക്കും ഭയങ്കര തൃപ്തി. ഇനി ബാക്കിയുള്ള സ്ഥലത്ത് വേണം നമ്മൾ വല്ല സ്പോഞ്ചോ എന്തൊട്ടെങ്കിലും വെച്ച് വല്ല സോഫ്റ്റായിട്ടുള്ള തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് വല്ല ഡിഷ് വാഷൊക്കെ വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളവിടെ ചെയ്തപ്പോഴും വൃത്തിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിഡിത്തം കാണിച്ചേനെ. നമ്മൾ ആ പൈപ്പിന് വേണ്ടി വെട്ടിപ്പൊളിച്ച പോലെ ഇത് ഈ ഒരു സംഭവത്തിന് വേണ്ടി പെയിൻറ്റ് ചെയ്തേനെ. പെയിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇത്രയും എന്താ പറയുക, എത്ര സ്ക്വയർ ഫീറ്റിന് നല്ലൊരു തുക നമുക്കായേനെ. അപ്പോൾ ഇത് തുകയായില്ല എന്നല്ല, സ്റ്റിക്കറിന് വിലയൊക്കെ ഉണ്ട്. എന്നാലും എന്താ പറയുക, ഒരു ദിവസത്തെ പണിക്കൂലിയുടെ കാശ് ഒരു റൂമിൽ സ്റ്റിക്കറിനായിട്ടുള്ളൂ. പക്ഷേ കാണുമ്പോൾ നല്ല ഫിനിഷിങ്ങും വൃത്തിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികൾ വരണേൽ മുമ്പായിട്ട് ഈ റൂമിലത്തെ കംപ്ലീറ്റ് ബെഡ്ഷീറ്റും തലോണകളും കാര്യങ്ങളൊക്കെ ഒന്ന് വെയിലത്തിട്ടെടുത്ത് ഫുൾ ഒന്നേന്ന് ആക്കി ഇടാലോ എന്ന് ചോദിച്ചു. ശരിക്കും പുതിയ റൂം പോലെ ആയിട്ടോ ഇതൊക്കെ കഴിഞ്ഞപ്പം. അപ്പോൾ നമുക്കും എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങളായാലും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യണു, ഇത് സ്റ്റിക്കർ നല്ലതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അക്കിയുടെ വീട്ടിലാണ് കണ്ടത്. അപ്പോൾ അത് കണ്ട് അവിടെ നിന്ന് ഒരു പീസ് കൊണ്ടുവന്ന് ഒട്ടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് കൊള്ളാം, കുഴപ്പമില്ല എന്നുള്ളത്. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിവൈനോട്, എനിക്ക് കഞ്ഞി മതിയെന്ന്. കാരണം എനിക്ക് തോന്നുന്നു ഗുളികകളൊക്കെ കഴിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്, നാവിന് ഒരു രുചിയുമില്ല. പ്രത്യേകിച്ച് ഞാൻ പല്ലിൻ്റെയൊക്കെ കഴിച്ചതല്ലേ, അപ്പോൾ എനിക്ക് നാവിന് ഒരു രുചിയില്ല. അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഞ്ഞി മതിയെന്ന്. അപ്പോൾ കഞ്ഞിയും കുഞ്ഞ് ചെമ്മീൻ നമ്മൾ നെസ്റ്റോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും നല്ല മുളക് പൊരിച്ചത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയുമോ നിങ്ങൾക്ക്? ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടി നന്നായി ചതച്ചിട്ട് നല്ല വെളിച്ചെണ്ണ നല്ലത് കേട്ടോ. നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലോണം മൂത്ത് വരുമ്പോൾ കുറച്ച് കുത്തിപ്പൊടി ഇടാം, അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടാലും മതി കേട്ടോ. കുത്തിപ്പൊടി വേണ്ട, മുളക് പൊടി മതി. കുറച്ച് കുത്തിപ്പൊടിയും കുറച്ചധികം മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് പുളി പിഴിഞ്ഞ് അതിലങ്ങോട്ട് ഒഴിക്കുക. പക്ഷേ എനിക്ക് വായെന്ന് വെള്ളം വരിക. ഉപ്പ് ചിലപ്പോൾ പുളിയിലുണ്ടാവും, എന്നിട്ടൊന്ന് തൊട്ട് നാവും വെച്ച് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരു തുണ്ട് ഒഴിക്കുക. അതും ഈ ചെമ്മീൻ വറുത്തതും പിന്നെ എനിക്ക് വായിൽ വെള്ളം വന്നു. ശരിക്കും നല്ല ടേസ്റ്റാട്ടോ, നല്ല ചൂടുള്ള കഞ്ഞി. സംഭവം നല്ല ഉഷ്ണമുള്ള സമയമാണ്, പക്ഷേ എനിക്കെന്തോ ഇന്ന് കഞ്ഞി കുടിക്കാനാണ് തോന്നിയത്. ഡിവൈനും അത് നീരുവീഴ്ചയുണ്ട്. അപ്പോൾ ഡാഡിക്ക് പിന്നെ ഓൾറെഡി കഞ്ഞി ഇഷ്ടമുള്ള ആളാണ്. ഡോൺ മാത്രമാണ് കഞ്ഞി വലിയ ഇഷ്ടമില്ലാത്ത ആൾ. അപ്പോൾ അവന് ചോറ് പോലെ ഊറ്റിയിട്ട് കൊടുത്തു. അങ്ങനെ ഞാൻ കഞ്ഞി എന്ന് പറയാമല്ലോ, ഞാൻ കഞ്ഞി വെള്ളത്തോടു കൂടിയല്ല കേട്ടോ, ഇങ്ങനെ എന്താ പറയുക, വല്ലാണ്ട് ഊറ്റാണ്ട്. അപ്പോഴേക്കും ഇതാ അവിടെ നിന്ന് അമ്മയും മോനും ഫോൺ ചെയ്തു. അപ്പോൾ ഇപ്പം ഞാൻ എപ്പോഴും പറയും, കുട്ടികൾ അടുത്തില്ലെങ്കിൽ ഈ വീഡിയോ കോൾ എന്നുള്ള സംഭവം ഉള്ളത് കൊണ്ട് നമുക്ക് ആരെയും മിസ് ചെയ്യില്ല. ഒറ്റയാൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ കുറേ മക്കളുണ്ട്, ഒറ്റയാളെയും ഞാൻ കണ്ടിട്ട് വളരെ അപൂർവം പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവരൊക്കെ നമ്മൾക്ക് കാണാപ്പാടാണ്. അപ്പോൾ എപ്പോഴും ഓരോ ദിവസം ചെല്ലും തോറും പുതിയ ടെക്നോളജി വരുമ്പോൾ പക്ഷെ അതനുസരിച്ചുള്ള ഓരോ ദോഷവശങ്ങളും കണ്ടമാനുണ്ട്. ഇന്ന് എന്താ പറയുക, കൊലപാതകങ്ങളും അതും ഇതും, ഇന്നത്തെ ന്യൂസ് മൊത്തം അങ്ങനത്തെ സംഭവമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് കേക്ക് വേണ്ടെന്ന് പറഞ്ഞു. കാരണം നമുക്കിതൊക്കെ കേട്ട് നമ്മളുടെ ചെറുപ്പകാലത്തൊന്നും അങ്ങനത്തെ സംഭവങ്ങളേ ഇല്ല. ആണ്ടിലും സംക്രാന്തിക്കൊക്കെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റകൃത്യങ്ങളൊക്കെ കേട്ടാലായി, അല്ലെങ്കിൽ ഒരു ആത്മഹത്യ, അത്രയേ ഉള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അത് മാത്രമാണ് ഓരോ ദിവസവും ഇത് മാത്രമാണ് കേൾക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളെന്താ പറയുക, ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ വൈറ്റ് ഗോൾഡിൻ്റെ ബ്രേസ്ലെറ്റുകളാണ് കേട്ടോ. നിങ്ങളെൻ്റെ വർത്തമാനം കേൾക്കുന്നുണ്ടെങ്കിലും എനിക്കറിയാം നിങ്ങളിതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും ഈ ഓരോന്നിനെക്കുറിച്ചും ബ്രേസ്ലെറ്റിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്നെ കേൾക്കാനിരിക്കുന്ന കുറേ കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്ക് ശരിക്കും ഓർണമെൻറ്റ്സിനോടല്ല ഇഷ്ടം, അവർക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷം കേൾക്കാനൊക്കെയാവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെയും കൂടി ഇഷ്ടം മാനിച്ചിട്ടാണ് ഞാൻ ഓർണമെൻറ്റ്സ് കാണിക്കുന്നുണ്ടെങ്കിലും വിശേഷങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് പോണത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെയും മിനിയാന്നത്തോട് കൂടിയിട്ട് എനിക്ക് എന്താ പറയുക, എനിക്ക് നിങ്ങളോടൊക്കെ ഭയങ്കര കടപ്പാടായി. കാരണം നിങ്ങളൊക്കെ അത്രയും എന്നെ കെയർ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യത്തിലും കുറച്ച് ശ്രദ്ധിക്കണ്ടേ.
അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാത്രിയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഡിവൈൻ പോയത്. അപ്പോൾ ഞാൻ വെള്ളം വെക്കൽ മാത്രം എൻ്റെ ഡ്യൂട്ടിയാണ്. ആ വെള്ളം വെച്ച് പട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി സ്റ്റൗവൊക്കെ ഒന്ന് ഓഫ് ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഇനി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ പണി അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നേരെ ഒന്നും കൂടി ഡിമ്പിളുടെ റൂമൊന്ന്, ഇതിപ്പോൾ ഡിമ്പിളിന് കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തതാട്ടോ. അവൾക്കും അവിടെ ഇരുന്നിട്ട് കാണണമെന്നുണ്ടാവില്ല, നമ്മളെങ്ങനെ കാണിച്ചാലും അതങ്ങനെ മുഴുവൻ കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങേ ഭാഗം വിട്ടിട്ടുള്ളത് നമ്മൾ ഈ മുളയുടെ ബാമ്പൂവിൻ്റെ സ്റ്റിക്കറാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് വന്നിട്ടില്ല. അത് വന്നിട്ട് വേണം അങ്ങേ വശം കൂടി കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങേ വശം കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റൂം ക്ലീനായി. ഇനിയിപ്പോൾ ആ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ ഒന്ന് തുടയ്ക്കണം. അതുകൊണ്ട് ഇവിടെയാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളത് കേട്ടോ. ഈ 2 വശം നല്ല ഭംഗിയായി. അപ്പോൾ എനിക്കും ഭയങ്കര തൃപ്തിയായി, ഡാഡിക്ക് അതിലേറെ തൃപ്തിയായി. ഇപ്പോൾ ഡിവൈനും അതെ, ഞങ്ങളെല്ലാവരും ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞു ഈ ഭാഗമാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളതെന്ന്. അങ്ങനെ ഞാൻ തുണികളൊക്കെ മടക്കി, ഡിമ്പിളുടെ റൂമിലത്തെ തുണികളാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ സമയത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ശരിയാവില്ല, പൊടിയാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഡാഡി സിനിമ കാണുകയാണ്, അതിൻ്റെ അവസാനമായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് പറഞ്ഞിട്ട് ഡാഡി കിടക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പണികൾ അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എനിക്കൊരു 98% ഞാൻ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി വളരെ കുറച്ചുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.